അഖിൽമാരാർ എത്ര വോട്ട് പിടിക്കുന്നു അതിൻ്റെ അനുസരിച്ചായിരിക്കും ദൈവം തൊഴിൽ. ഇതിനു മുന്നേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ എതിരാണ് കമ്മ്യൂണിസ്റ്റിന്. കാരണം 10 വർഷം അവരുടെ ഭരണം ഭയങ്കര മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരു ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നു, മോളും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെയുള്ള അഭിപ്രായം അനുസരിച്ച് UDF-നാണ് ഇവിടെ ഒരു തരംഗം. കാരണം UDF-ന്റെ ഒരു കോട്ടയാണ്. തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കണം. UDF ജയിക്കത്തുള്ളൂ. അഖിൽമാരാറിന് സാധ്യതയുണ്ട്. വോട്ട് പിടിക്കും, കുറെ വോട്ട് ആള് പിടിക്കും. തോമസ് ആണ് സാധ്യത കൂടുതലുള്ളത്. തോമസ് തന്നെ ജയിക്കും. തോമസ് PT തോമസിന്റെ പിൻഗാമിയാണ്. ഒരു വോട്ടർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് നമുക്കൊരു മാറ്റം വേണം. അറിയില്ല ഇത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാം. വി കാൺ പ്രെഡിക്റ്റ്. നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലാണ്. ജനവിധി 2026 തൃക്കാക്കരയുടെ മുഖം മാറുമോ? നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം എന്താണ് തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് അവസ്ഥ എന്നുള്ളത്. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? ആര് ജയിക്കണം എന്നാണ് UDF ജയിക്കത്തുള്ളൂ. യാതൊരു മാറ്റവും ഇല്ല. ഒരു ചേഞ്ച് ആവശ്യമില്ല മോളെ. നമ്മൾ ജനിച്ച ഉള്ള എന്താണ് ഇപ്പം മോടെ പ്രായം കഴിഞ്ഞല്ലേ ഞാൻ വന്നത്. മോളെ പോലെ ഇരുന്നിരുന്നെങ്കിലോ ഞാൻ. ഒരു ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നു, മോളും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത? ആർക്കാണ് ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? UDF ആയിരിക്കും. ഉമാ തോമസ് ആയിരിക്കും. ചേട്ടാ, നമ്മുടെ ഈ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആർക്കാണ് ഒരു ജയസാധ്യത കാണുന്നത്? ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇവിടുത്തെ ആഗ്രഹത്തിൻ്റെ ഇത് 2020 പിടിക്കുന്ന വോട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ദൈവം തോൽവിയും വരുന്നത്. അഖിൽമാരാർ എത്ര വോട്ട് പിടിക്കുന്നു അതിൻ്റെ അനുസരിച്ചായിരിക്കും ദൈവം തോൽവി. അഖിൽമാരാറാണ് അപ്പോൾ തൃക്കാക്കര നിയോജക മണ്ഡലത്തിന്റെ നിർണായകം ആയിരിക്കും. മിക്കവാറും 2020 കുറച്ച് വോട്ടുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർണായകമാണ്. നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. UDF വരണം. UDF ജയിക്കേണ്ടതാണ്. അതെ. എന്തേ? അതെന്താന്ന് വെച്ചാൽ ഇത്രയും നാൾ കുറേ നാൾ കൊണ്ട് അവർ ഭരിച്ച ഇനി ഒരു മാറ്റം അത്യാവശ്യമാണ്. അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടി ഉമാ തോമസ് വരണം. നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? പുഷ്പദാസ്. UDF വരണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാലമായിട്ട് ഇവിടെ UDF ഭരിച്ചിട്ട് യാതൊരുവിധ വികസനവും ഈ തൃക്കാക്കരയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഉമാ തോമസ് ഇരുന്നു, തോമസ് ഇരുന്നു, ബെന്നി മകനായിരുന്നു, കെ ബാബു തൃപ്പൂണിത്തുറ മണ്ഡലം ഒന്നായിരുന്നപ്പം തൃക്കാക്കര ഉൾപ്പെട്ട തൃപ്പൂണിത്തുറ മണ്ഡലമായിരുന്നപ്പോൾ കെ ബാബു മന്ത്രിയായിരുന്നിട്ട് പോലും ഇവിടുത്തെ വികസനം, അതായത് കളക്ട്രേറ്റ് മുതൽ നവോദയ വരെ 2 മണിക്കൂർ കിടന്നെങ്കിൽ മാത്രമേ ഒന്ന് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. റോഡിന് വീതിയില്ല. യാതൊരു വിധത്തിലുള്ള വികസനം ഇവിടെ നടന്നിട്ടില്ല. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ് ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ഉമാ തോമസ് ജയിക്കണമെന്ന് പറയുന്നത്? ഇവിടെ കോൺഗ്രസിൻ്റെ വാർഡാണ്. പൊതുവെ എല്ലാ പ്രാവശ്യവും കോൺഗ്രസ്സുകാർ ജയിച്ചുകൊണ്ടിരിക്കും. പ്രാവശ്യം അത് തന്നെ വരുമെന്നാണ്. തൃക്കാക്കര കോൺഗ്രസ് കോട്ടയാണ്. അതുകൊണ്ട് ഉമാ തോമസ് തന്നെ ജയിക്കും. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ് ജയിക്കും. ഉമാ തോമസ് UDF തന്നെ. അപ്പൊ ഫൈറ്റ് ഒന്നുമില്ല, ഉമാ തോമസ് തന്നെ അങ്ങ് ജയിക്കും. 100%. ചേച്ചി, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആര് വരും? ഉമാ തോമസ്. എന്തോ ഉമാ തോമസിനെ പറയുന്നത്? ഉമാ തോമസ് PT തോമസിന്റെ പിൻഗാമിയാണ്. PT തോമസ് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് തന്നെ ആ വ്യക്തിയുടെ പാതി തന്നെ നമ്മളെ നയിക്കാനായിട്ട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെയുള്ള തൃക്കാക്കരയിൽ ജനങ്ങൾ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ബേസിക്കലി ഇതിനു മുന്നേ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ എതിരാണ് കമ്മ്യൂണിസ്റ്റിന്. കാരണം 10 വർഷം അവരുടെ ഭരണം ഭയങ്കര മോശമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് UDF വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ NDAയിൽ ഇപ്പോൾ നിൽക്കുന്ന അഖിൽമാരാർ, പുള്ളി എനിക്ക് പേഴ്സണലി അറിയാം. ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്. ഞാനിവിടെ ഒരു ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ പേഴ്സണലി അറിയാം. സോ പാർട്ടി വൈസ് ഞാനൊരിക്കലും BJP സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അഖിൽമാരാറെ ഇഷ്ടമാണ്. ഉറപ്പായിട്ടും.
നോക്കാം, നമുക്ക് നോക്കാം. അല്ലേ, പുള്ളി പറയുന്ന പോലെ ഒരുപാട് പേര് ആൾക്കാർ പറയുന്നുണ്ട് എന്താണ് പല നിലപാടുകളുടെ പ്രശ്നവും കാര്യങ്ങളും. പക്ഷേ പുള്ളിയുടേതായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളും ഉണ്ട്. അത് പുള്ളിയെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ പറയും. മീൻസ് ഐ നോ ഹിം പേഴ്സണലി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജിമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഹി യൂസ് ടു വർക്ക് ഔട്ട് ദെയർ. സോ ഐ നോ ഹിം എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും BJP എന്ന് പറയുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ. ഉറപ്പായിട്ടും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ ഒരുപാട് സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളും പുള്ളി വലിച്ചു കയറുന്നുണ്ട്. എന്താണ് നിലപാടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട്. പക്ഷേ പുള്ളി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. മീൻസ് പുള്ളി അങ്ങനെ ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പേഴ്സണലി പുള്ളി അറിയാവുന്നവർക്ക് അറിയാം എന്നുള്ളത് ഞാൻ പറയും. അതായത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബേസിക്കലി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഒരിക്കലും LDF വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഓഫ് ദ ലാസ്റ്റ് 10 years ഇറ്റ്സ് ബീങ് എ ബിഗ് ഫെയിലിയർ. വലിയ പിന്നെ UDF വരണമെന്ന് നമ്മൾ ഈ LDF UDF മാറി ഭരിക്കുന്നൊരു അറിയില്ല ഇത് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഞാൻ പറഞ്ഞില്ല. വി കാൺ പ്രെഡിക്റ്റ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ഒരാൾ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്യുന്നു. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കുന്ന ഒരു സാധ്യത ഇവിടെ കാണുന്നത്? ഇവിടെ ഇപ്പം ഞാൻ നോക്കിയെടുത്തില് ഇവിടെ സിറ്റിംഗ് സീറ്റ് ഉമാ തോമസ് ഉണ്ടാവും. അത് തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു വിചാരിക്കും. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? അത് ഉമാ തോമസ്. കോൺഗ്രസ് ആണ്. അപ്പൊ തൃക്കാക്കര കോൺഗ്രസ് തൂക്കും, ഉമാ തോമസ് തൂക്കും. പക്ഷെ നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? ആര് ജയിക്കാൻ ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ്. എന്താ ഉമാ തോമസിന്റെ ആണോ ഒരു മണ്ഡലം അത്തരത്തിലൊരു ഭൂരിപക്ഷം കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യം അതാണ് ഉമാ തോമസ് പറഞ്ഞത്. നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാ തോന്നുന്നത്? ആര് ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കണല്ലോ, ഇവിടെ ചാൻസ് ഉള്ള നിലവിൽ ഉമാ തോമസിനാണ്. ഉമാ തോമസ് ജയിക്കാനാണ് ചാൻസ് ഉള്ളത്. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാണ് തോന്നുന്നത്? ആര് ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ് ആണ് സാധ്യത കൂടുതലുള്ളത് ഇവിടെ. ഉമാ തോമസ് തന്നെ ജയിക്കും. അവരുടെ UDFന്റെ മണ്ഡലം ആയതുകൊണ്ട് UDF തന്നെ ജയിക്കുള്ളൂ ഇവിടെ. മണ്ഡലമാണ്. ഉമാ തോമസ് തന്നെയായിരിക്കും. ഉമാ തോമസ് തന്നെ ജയിക്കും. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കും എന്നാ തോന്നുന്നത്? ആര് ജയിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ് തന്നെ ജയിക്കും. ഭൂരിപക്ഷം ഉമാ തോമസിന് ഉണ്ട്. 20-25 ഭൂരിപക്ഷം ഉണ്ട്. ഓക്കെ, 20-25 25,000 വോട്ടെന്നാണ്. വോട്ട് 25,000 വോട്ട് ഭൂരിപക്ഷം. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? പൊതുവെയുള്ള അഭിപ്രായം അനുസരിച്ച് UDFനാണ് ഇവിടെ ഒരു തരംഗം. കാരണം UDFന്റെ ഒരു കോട്ടയാണത്. ഓൾറെഡി അങ്ങനെയാണ് സംസാരം. അഖിൽ മാരാറിൽ പുതിയതായിട്ടല്ലേ 2020 ഇപ്പോ സാധ്യത കുറവാണ്. കിട്ടും. ചേച്ചി, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? UDF തന്നെ എന്നുള്ളതാണ് എൻ്റെ ഒരു. ഉമാ തോമസ് തന്നെയായിരിക്കും ജയിക്കുന്നത്. ഭൂരിപക്ഷം കൂടുതലും UDFന് തന്നെയാണ്. ഇപ്പം കണ്ടിന്യൂസ് UDF തന്നെയാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ട് UDF തന്നെ ഇരിക്കുന്നുള്ളതാണ്. ഉമാ തോമസ് ആയിരിക്കും. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കണം. കാരണം ഈ PT തോമസ് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ MLA ആയ ആ സ്ത്രീ എന്തെന്നാ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞാൽ കുറേ ബസ് സ്റ്റോപ്പ് പണിത് കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ എല്ലാ സൗകര്യവും എല്ലാം കൊണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയൊരു മണ്ഡലമാണ് തൃക്കാക്കര. അഖിൽമാരാര് ജയിക്കൂ. അഖിൽമാരാർ 25,000 വോട്ട് പിടിക്കില്ല. പിന്നെ എങ്ങനെ അഖിൽമാരാർ ജയിക്കണം? 2ാം സ്ഥാനത്ത് തന്നെയാണെങ്കിൽ അഖിൽമാരാർ ജയിക്കും നമുക്ക് പറയാം. ഇല്ല, ആഗ്രഹിക്കല്ല. വർഗീയവാദികളെ ഞങ്ങളോട് ആഗ്രഹിക്കല്ല. ഇല്ല. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത കാണുന്നത്? ഉമാ തോമസ് ആണ്. അത് ഉമാ തോമസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉമാ തോമസ് തന്നെയാണ്. ഈ അഖിൽമാരാർക്ക് വോട്ടൊക്കെ കിട്ടൂല എന്ന് പറയാനില്ല. വോട്ട് പിടിക്കും. അതില്ലാന്ന് അറിയില്ല. ചേട്ടാ, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? ആര് ജയിക്കണം ആഗ്രഹിക്കുന്നത്? അതേ ഉമാ തോമസ് തന്നെയാണ്. ഉമാ തോമസ് ആണ്. ഉറപ്പാണ്. ഭൂരിപക്ഷം ഉണ്ടാവും. ഉമാ തോമസ് തന്നെ. ചേട്ടാ, നമ്മുടെ തൃക്കാക്കരയിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത ഉള്ളത്? ഉമാ തോമസിനാണ് സാധ്യത ഉള്ളത്. ഇവിടെ കോൺഗ്രസ് ആണ് ഇവിടെ തൃക്കാക്കരയിൽ ഭൂരിപക്ഷം ജയിച്ചേക്കുന്നത്.
ചേട്ടാ നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് ഒരു സാധ്യത, അല്ലെങ്കിൽ ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഒരു വോട്ടർ എന്ന രീതിയിൽ ഞാൻ പറയണത് നമുക്കൊരു മാറ്റം വേണം. അപ്പം മാറ്റത്തിന് ഉതകുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നവർ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവർ ജയിച്ചു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അഖിൽമാരാറിന് സാധ്യതയുണ്ട്. ആ, വോട്ട് പിടിക്കും, കുറേ വോട്ട് ആള് പിടിക്കും. ചേച്ചി, നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത, ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ഉമാ തോമസ് ആയിരിക്കും, ഉറപ്പാണ്. ഇതാണ് തൃക്കാക്കരയിലെ പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. എല്ലാ മുന്നണികളും ഒരേപോലെ പോരാട്ടത്തിലാണ് തൃക്കാക്കരയിൽ. ജനവിധി 2026 നമുക്ക് ഇനിയൊരു മണ്ഡലവുമായി വീണ്ടും കാണാം. ക്യാമറാമാൻ അനൂപിനൊപ്പം ആതിര സൈനിങ് ഓഫ്.